എന്റെ ഒരു മുത്തച്ഛൻ, വലിയ മുത്തച്ഛൻ പാടത്ത് നിന്ന് കൂടെ പണി ചെയ്യുന്നവരോട് സംസാരിച്ചിട്ടുണ്ടാവാം. വസ്ത്രം ഇതായിരിക്കില്ല. ചിന്തകൾക്ക് ഇത്തരം ഒരുപക്ഷെ സോഫിസ്റ്റിക്കേഷൻ ഉണ്ടാവില്ല. പക്ഷേ മറ്റ് പല ഭാഗങ്ങളിലും, ഉള്ളിലെ ചിന്തകളിലും ജീവിതത്തിന്റെ സമീപനങ്ങളിലുമൊക്കെ എന്നോട് ഒത്തിരി സമാനത പുലർത്തുന്ന ഒരു മുത്തച്ഛനുണ്ടായിരിക്കാം. അപ്പോൾ തലമുറകളായിട്ട് നമുക്കൊക്കെ ഏതൊക്കെയോ ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടപ്പെടുന്നുണ്ട്. പിതാക്കന്മാരുടെ തെറ്റുകൾക്ക് എന്തിനാണ് മക്കള് ബുദ്ധിമുട്ടേണ്ടി വരിക എന്നുള്ളതിന് അനീതിപൂർവമാണ് എന്നുള്ള ചോദ്യത്തെക്കാൾ കൗതുകകരമായ ചോദ്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: പിതാക്കന്മാരെ നന്മ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്, പേരുകൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്, സംസ്കാരം കൾച്ചർ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്, ജനിതക ശൈലികൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് അവരിൽ നമുക്ക് തിന്മയും സ്വീകരിച്ചുകൂടാ? യാതൊരു വിധത്തിൽ ഫിൽറ്ററിംഗ് സംഭവിക്കുന്നില്ല. നന്മകൾ മാത്രമല്ല പിൻതലമുറകൾക്ക് വേണ്ടി നൽകപ്പെടുന്നത്, തിന്മയുടെ ഏതൊക്കെയോ ബിന്ദുകൾ കൂടി പിൻതലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. ജനിതക ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ ഇത് വളരെ ലോജിക്കലാണ്. നമ്മൾ പറയാറുണ്ടല്ലോ, ഒരാളെ കാണുമ്പോൾ ഇവന്റെ നടപ്പൊക്കെ മുത്തച്ഛനെ കണക്കാണ്. ഒരു കൊച്ചു തമാശക്കഥ ഇതാണ്: കുട്ടിയെ കാണാൻ വേണ്ടി അയൽക്കാരെത്തുന്നു. കുട്ടിയുടെ അമ്മ പറയുന്നു ഇവന്റെ മൂക്ക് അവന്റെ അച്ഛന്റെ കണക്കാണ്. കുട്ടിയുടെ അമ്മൂമ്മ പറയുന്നു അവന്റെ കണ്ണ് അപ്പൂപ്പന്റെ കണക്കാണ്. അയൽക്കാർ പറയുന്നു അവൾക്ക് നിങ്ങളുടെ മുഖമാണ്. കുട്ടിക്ക് ഇത് കേട്ട് മഹാബോറായി. കുട്ടി എണീറ്റിട്ട് പറഞ്ഞു, ഉടുപ്പ് എന്റെ ആണ് കേട്ടോ. എന്റെ പിന്നെയും കടന്നു. കുഞ്ഞു നിസ്സാരമായ മൈന്യൂട്ടായ കാര്യങ്ങൾ പോലും നമ്മൾ റെഫറൻസ് കൊടുക്കാറുണ്ട്. തീർച്ചയായിട്ടും ഏതൊക്കെയോ തിന്മയുടെ തലങ്ങൾ പോലും നമ്മളിലേക്ക് നൽകപ്പെടുന്നുണ്ട്. ഒരു വൈദികൻ ഷെയർ ചെയ്തൊരു അനുഭവം ഇതാണ്: ഈ മനുഷ്യൻ ഒരു മലയോര പാരിഷിലെത്തി സെന്റ് പോളിനെ കണക്കുള്ളിൽ കനലുമായിട്ടാണ് എത്തുന്നത്. സീൽ ഫോർ ഹിസ് കിങ്ഡം. ഇടവകയ്ക്ക് ആകപ്പാടെ താളപ്പിഴകളാണ്. ഈ മനുഷ്യൻ എങ്ങനെയെങ്കിലും ഇടവകയെ നവീകരിച്ചിട്ട് അടങ്ങുന്നുള്ള ധാരണയായി. റിന്യൂവലിലൂടെ വന്നൊരു വൈദികനാണിത്. അദ്ദേഹം ധ്യാനങ്ങളുടെ പരമ്പര ആരംഭിച്ചു. പ്രാരംഭ ധ്യാനം, വളർച്ചാ ധ്യാനം, ദമ്പതി ധ്യാനം, കർഷക ധ്യാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധ്യാനങ്ങളുടെ പരമ്പര. ധ്യാനങ്ങളുടെ പരമ്പരയ്ക്ക് മാത്രം അന്ത്യമൊന്നുമില്ല. പക്ഷേ ഓരോ ദിവസവും പ്രശ്നങ്ങൾ കൂടുതൽ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നു. മടുത്തു ഈ മനുഷ്യന്. ഒരു ദിവസം ദേവാലയത്തിലേക്ക് വന്നിട്ട് കണ്ണീരോടുകൂടി മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്: എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിപ്പോയത്? പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു വൃദ്ധം വടിയൊക്കെ കുത്തി നിൽപ്പുണ്ട്. എന്നിട്ട് പറഞ്ഞ് അച്ഛനൊന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ്. അച്ഛൻ ഒത്തിരി അരുവിയൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ അച്ഛൻ എന്ത് ധ്യാനം നടത്തിയാൽ ഈ ഇടവ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇതിലേക്ക് എന്തു പറ്റി? അത് 2 തലമുറ മുമ്പ് ഈ ഇടവകയിൽ വന്നത് അന്ന് ഏറ്റവും കൂടുതൽ ഹോളിയായിട്ട് കരുതപ്പെടുന്ന ഒരു വൈദികനായിരുന്നു. വിശുദ്ധൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഒരു വൈദികൻ. ഇവിടെ വന്നപ്പോൾ ഇടവകയിലൊക്കെ ഏതൊക്കെ പ്രശ്നങ്ങളുണ്ടായി. ഇടവകയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുടുംബവുമായിട്ട് പുള്ളിതെല്ലാം അകന്നു. മാനസികമായിട്ട് ഇവർക്ക് ഈ മനുഷ്യനോട് വിദ്വേഷമായി. ആ വീട്ടുകാർ കുറെ കള്ളക്കഥകളൊക്കെ ഉണ്ടാക്കിയിട്ട് കുറെ ധനത്തിന്റെയൊക്കെ പ്രശ്നമൊക്കെ പറഞ്ഞിട്ട് ഈ വൈദികനെ കരുവാക്കി. ബിഷപ്പിൽ നിന്ന് ഈ വൈദികൻ ട്രാൻസ്ഫർ ഓർഡറും വാങ്ങി. എന്നിട്ട് കണ്ണീരോട് കൂടിയാണ് ഈ വൈദികൻ ഇറങ്ങിപ്പോയത്. താൻ കൊണ്ടുവന്ന പെട്ടി പോലും ഈ വൈദികൻ എടുത്തിട്ടില്ല. കണ്ണീരോടുകൂടി വെറും കൈയോടുകൂടി ഇറങ്ങിപ്പോയി. പിന്നീട് ഈ വൈദികന് ഒരുതരം മെന്റലി റക്കായി ഏറെ നാളുകൾക്ക് ശേഷം മരിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ കുടുംബം തന്നെ മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ചെയ്ത് തെറ്റാണെന്നൊക്കെ. എന്നിട്ട് ഈ വൃദ്ധം പറഞ്ഞു, അച്ഛൻ ആദ്യം ഈ ഇടവകയിൽ വീണ മുൻതലമുറ ചെയ്ത പാപത്തിന്റെ ഫലമായിട്ടുള്ള ആ വൈദികന്റെ കണ്ണീരിന്റെ ഭാരം എടുത്തു മാറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇതോടുകൂടി ദൈവബലിയോടനുബന്ധിച്ച് തൊട്ട് മുമ്പത്തെ 1-2 തലമുറകൾ ചെയ്തിട്ടുള്ള അപരാധങ്ങൾക്ക് വേണ്ടി ഈ വൈദികൻ ഒരു ഇൻഡ്യൂഷൻ എന്ന പോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാറ്റങ്ങൾ വളരെ ഫാസ്റ്റായിരുന്നു. റാപ്പിഡ് ചേഞ്ച്. ഇതൊക്കെ നമ്മളിപ്പോൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെല്ലുന്ന ചില അനുഭവങ്ങളാണ്. എന്തുമാവട്ടെ, നമ്മുടെ താളപ്പിഴകൾക്ക് നമ്മൾ കടന്നുപോയ തലമുറയെ കുറ്റം പറഞ്ഞുകൂടാ. അതിന് ബിബ്ലിക്കലായിട്ടുള്ളൊരു പൂർണ്ണമായ അടിത്തറയുമില്ല. എങ്കിലും നമുക്കൊരു കാര്യം ശ്രദ്ധയെടുത്താം: നമ്മുടെ വരും തലമുറകൾക്ക് നമ്മൾ തിന്മയുടെ ജനിതകങ്ങൾ കൈമാറുകയില്ല. വരും തലമുറകൾക്ക് നമ്മൾ തിന്മയുടെ ഫൈബറുകൾ കൈമാറുകയില്ല. വരും തലമുറകൾക്ക് നമ്മൾ തിന്മയുടെ സ്വപ്നങ്ങൾ കൈമാറുകയില്ല എന്ന് നമുക്ക്
ഈ ചിന്തകളുടെയൊക്കെ ഭാഗമായിട്ട് തന്നെ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥനാപൂർവ്വം ചെയ്യുന്നതിന് ചില നെഗറ്റീവ് വൈബ്രേഷൻസ് ഉള്ളതായിട്ട് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നന്മ ചെയ്യുന്നവൻ നൽകുന്ന വൈബ്രേഷൻ എന്ന് പറയുന്നത് ഔറയാണ്, തേജസ്സിന്റെ ഒരു വലയമാണ്, ഹാലോയാണ്. തെറ്റ് ചെയ്യുന്നവൻ നൽകുന്ന വൈബ്രേഷൻസ് ഷാഡോയാണ്, ഇരുളിന്റേതാണ്, നേൾ വീണ ഒന്നാണ്. ബൈബിളിലെ ഒരു 2 സംഭവങ്ങൾ എടുക്കുക. നല്ലതുപോലെ പോകുന്നൊരു കപ്പല്, ഈ കപ്പലിലേക്ക് പുതിയൊരു യാത്രക്കാരനെത്തുന്നു. അവൻ ഒരിടത്തു കൂടി തളർന്നുകൂടി ഉറങ്ങുന്നു. ഇത്രയും നേരം സുഗമമായി പോയിക്കൊണ്ടിരുന്ന കപ്പല് ഇപ്പോൾ ഛേദങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. കപ്പിത്താൻ പറയുന്നു, സ്വന്തം തെറ്റിനെക്കുറിച്ച് കോൺഷ്യസ് അല്ലാതെ ആരോ ഈ കപ്പലിനകത്തുണ്ട്, അതുകൊണ്ടാണ് നമ്മുടെ കപ്പല് ഉലഞ്ഞാടുക. കുറി വീഴുന്ന യോനായിക്കാണ്. അപ്പോൾ യോന നൽകുന്ന ഈ വൈബ്രേഷൻസ് കപ്പലിന്റെ ഗതിയെ താളം തെറ്റിക്കുന്നുണ്ട്, അതിന് ഛേദത്തിലേക്ക് വലിച്ചെറിയുന്നുണ്ട്. തെറ്റ് ചെയ്യുന്നവൻ ഒരു പക്ഷെ സമൂഹത്തിന് നൽകുന്നത് ഇതുപോലെ നെഗറ്റീവ് വൈബ്രേഷൻസ് ആയിരിക്കാം, വീടിന് നൽകുന്ന ഇതുപോലുള്ള നെഗറ്റീവ് വൈബ്രേഷൻസ് ആയിരിക്കാം. ക്ലോഡിയയുടെ കാര്യം ഇവിടെ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു. പീലാത്തോസിന്റെ ഭാര്യയായ ക്ലോഡിയ പീലാത്തോസിന് എഴുതുന്ന കത്ത്, നിങ്ങൾ വിധിക്കാൻ പോകുന്ന നീതിമാൻ വന്നിട്ട് എന്റെ ഉറക്കം കെടുത്തി. നിങ്ങൾ വിധിക്കാൻ പോകുന്ന നീതിമാൻ വന്നിട്ട് എന്റെ ഉറക്കം കെടുത്തി. വിധിക്കുന്നതും വധിക്കുന്നതും ഒടുവിൽ കൈകഴുകി മാറുന്നതുമൊക്കെ പീലാത്തോസാണ്, പക്ഷെ ഉറക്കം കെടുന്നത് ക്ലോഡിയയ്ക്കാണ്. അപ്പോൾ എന്റെ തെറ്റെന്ന് പറയുന്നത് എന്നെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, മറിച്ച് ഞാൻ നിൽക്കുന്ന എൻവയറമെന്റിനെ പോലും നെഗറ്റീവായിട്ട് വൈബ്രേഷൻസ് കൊടുക്കുന്ന ഒരനുഭവമാണിത്. ഒരുവന്റെ തെറ്റ് താളപ്പിഴക്ക് കാരണമാകുന്നുണ്ടെങ്കിൽ ഒരുവന്റെ വിശുദ്ധി താളത്തിന് കാരണമാകുന്നുണ്ട്. നാവിക കഥകൾക്കകത്ത്, ഞാൻ നാവികന്റെ പേര് വിട്ടുപോയി, കടലിനെ കുറിച്ചുള്ള കഥകളാണിത്, ഇംഗ്ലീഷിൽ സാഹിത്യത്തിലുള്ളതാണ്. അതിനകത്തൊരു കുഞ്ഞു സംഭവമുണ്ട്. കപ്പലിങ്ങനെ ഉലഞ്ഞാടുകയാണ്, ഛേദത്തിൽപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ യാത്രക്കാർ പരിഭ്രാന്തരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. കപ്പലിന്റെ ഡെക്കിൽ ഒരിടത്തായിട്ട് ഒരു സ്ത്രീ തന്റെ കൊച്ചു കുഞ്ഞിനെ ഇങ്ങനെ അണച്ചു പിടിച്ചുകൊണ്ട് ഭയന്ന് നിൽക്കുകയാണ്. കപ്പിത്താൻ ഇവളുടെ അടുക്കലേക്ക് വന്നിട്ട് ഈ കുഞ്ഞിനെ വലിച്ചെടുത്തു വളരെ ക്രൂരമായിട്ട്. ഈ സ്ത്രീ പറഞ്ഞു, ഇല്ല, എന്റെ കുഞ്ഞിനെ ഞാൻ വിട്ടുതരികില്ല. എന്തിനാണ് എന്റെ കുഞ്ഞിനെ നിങ്ങൾക്ക്? എന്റെ കുഞ്ഞിനെ നശിക്കാനായിട്ട് ഞാൻ അനുവദിക്കില്ല. അപ്പോൾ കപ്പിത്താൻ പറഞ്ഞു, ശാന്തയായിട്ട് നിൽക്കുക, ഒരുപക്ഷെ ഈ കുഞ്ഞു നിമിത്തം ദൈവം നമ്മളെ അനുഗ്രഹിച്ചേക്കാം. എന്നിട്ട് ഈ മനുഷ്യൻ ഈ കുഞ്ഞിനെ ബലിവേദിയിൽ വൈദികൻ അപ്പമെടുത്ത് ഉയർത്തുന്നത് പോലെ ആകാശത്തിലേക്ക് ഉയർത്തി. എന്നിട്ട് പറഞ്ഞു, ദൈവമേ, ഈ കുഞ്ഞിന്റെ ഇന്നസെൻസിന്റെ പേരിൽ ഞങ്ങൾ രക്ഷിക്കണമേ, ഈ കുഞ്ഞിന്റെ വിശുദ്ധിയുടെ പേരിൽ ഞങ്ങൾ രക്ഷിക്കണമേ, ഈ കുഞ്ഞിന്റെ നൈർമല്യത്തിന്റെ പേരിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആ നിമിഷത്തിൽ കപ്പൽ ഛേദം അവസാനിക്കുന്നു, കാറ്റ് ശാന്തമാകുന്നു. ഒരുവന്റെ താളപ്പിഴകൾ നെഗറ്റീവ് വൈബ്രേഷൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരുവന്റെ വിശുദ്ധി രക്ഷയുടെ അടയാളമായിട്ട് മാറുന്നു. നമ്മുടെ പല വീടുകളും തകരാതെ സൂക്ഷിക്കുന്നത് ആ വീടിനകത്തുള്ള ആരുടെയൊക്കെ വിശുദ്ധിയുടെ വൈബ്രേഷൻസ് ആണ്. പ്രാർത്ഥിക്കുന്ന അമ്മയായിരിക്കാം, അധ്വാനിക്കുന്ന അപ്പനായിരിക്കാം, ആരെങ്കിലുമൊക്കെ ആയിക്കൊള്ളട്ടെ, ഇവരുടെ ഹൃദയ നന്മകളാണ് ഈ പല വീടുകളെയും കപ്പൽ ഛേദത്തിൽ നിന്ന് രക്ഷിക്കുന്നത്. ഒരു മനുഷ്യനും തന്റെ പാപത്തിന് പരിഹാരം ചെയ്യാനാവില്ല. 50 പൈസ മോഷ്ടിച്ച കുട്ടിക്ക് തെറ്റാണെന്ന് ബോധം ലഭിക്കുമ്പോൾ 50 പൈസയും 50ന്റെ 12% പലിശയും കൂടി തിരികെ വെക്കാൻ പറ്റും. പക്ഷെ മറ്റു ചില കാര്യങ്ങളിലോ, സഹോദരന്മാര് രണ്ടുപേരും തമ്മിൽ ബിസിനസ് ആരംഭിച്ചു. ജ്യേഷ്ഠൻ അനുജനെ പറ്റിച്ചു, അനുജൻ ബാങ്ക്രപ്റ്റായി, വാടക വീട്ടിലേക്ക് മാറേണ്ടി വന്നു, ഭാര്യയ്ക്ക് മാനസികരോഗത്തിന് അടയാളങ്ങളായി, കുട്ടികളെ ഓഫനേജിൽ നിന്ന് വളർത്തേണ്ടതായിട്ട് വന്നു. മൂത്ത സഹോദരൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ ഈ മനുഷ്യൻ ഒരു റിന്യൂവൽ ധ്യാനത്തിന് പോയി. ധ്യാനഭൂമിയിൽ വെച്ച് ഈ മനുഷ്യന് മനസ്സിലായി താൻ ചെയ്ത് തെറ്റായിരുന്നു. ഈ മനുഷ്യനെ എങ്ങനെ പരിഹാരം ചെയ്യും? മോഷ്ടിച്ച പണം തിരികെ കൊടുക്കാനാവും, അതിന് പലിശയോട് കൊടുക്കാനാവും. പക്ഷേ മനോരോഗിയായ ഇവന്റെ ഭാര്യയ്ക്ക് ഇയാൾ എങ്ങനെ പരിഹാരം ചെയ്യും? വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട
അനാഥനെ പോലെ വളർന്ന ഇവന്റെ അനുജന്റെ കുഞ്ഞുമക്കളോട് ഇവൻ എങ്ങനെ പരിഹാരം ചെയ്യും? അസ്വസ്ഥതയിലേക്ക് ദൂരെ വലിച്ചെറിയപ്പെട്ട ആരുമല്ലാതെയായി തീർന്ന അനുജനോട് ഇവൻ എങ്ങനെ പരിഹാരം ചെയ്യും? മനുഷ്യന്റെ തെറ്റുകൾക്കൊന്നും മനുഷ്യന് പരിഹാരം ചെയ്യാനാവില്ല എന്നുള്ള അറിവാണ് കുറ്റബോധത്തിന് പുറത്തു കടക്കാൻ നമ്മളെ സഹായിക്കുന്ന ഇന്ധനം. മനുഷ്യന്റെ തെറ്റുകൾക്കൊന്നും മനുഷ്യന് പരിഹാരമില്ല. രണ്ടുപേർ തെറ്റ് ചെയ്തു, ജൂഡസും പീറ്ററും. ജൂഡസിന്റെ പാപവും പീറ്ററിന്റെ പാപവും ഒരേ ഗ്രാവിറ്റി ഉള്ളതാണ്. ഒരുവൻ 30 വെള്ളിക്കാശ് ഒറ്റിക്കൊടുക്കുന്നു, വേറൊരുത്തൻ കോഴി കൂവുന്ന ഇടവേളയിൽ തള്ളിപ്പറയുന്നു. രണ്ട് പാപങ്ങളും തിരസ്കരണത്തിൻ്റെതാണ്. ഞാൻ പറഞ്ഞു, പാപത്തിൽ ലഘുക്കളും ഗുരുക്കളുമില്ല, രണ്ടും തിരസ്കരണത്തിന്റെ അടയാളങ്ങളാണ്. ജൂഡസ് തന്റെ നെഞ്ചിലേക്ക് നോക്കിയാണ്, ദൈവം ഈ തെറ്റിന് എനിക്ക് പരിഹാരമുണ്ടോ? അവന് വെളിപ്പെട്ട് കിട്ടി തന്റെ തെറ്റിന് പരിഹാരമായിട്ട് തന്റെ കൈവശം ഒന്നുമില്ല എന്ന്. അവൻ പോയി സ്വയഹത്യ ചെയ്യുന്നു, സൂയിസൈഡ് ചെയ്യുന്നു. പീറ്ററും പുറത്തേക്ക് നോക്കുന്നുണ്ട്, പീറ്ററും നെഞ്ചിലേക്ക് നോക്കുന്നുണ്ട്. കോഴികൂവുന്ന ഇടവേളയിൽ തള്ളി പറഞ്ഞതാണ്. എന്നിട്ടും ഈ മനുഷ്യന് വെളിപ്പെട്ട് കിട്ടുന്നു, ദൈവമേ എന്റെ ഉള്ളിൽ എനിക്കിതിന് പരിഹാരമില്ല. അവൻ ആദ്യമായിട്ട് പുറത്തേക്ക് നോക്കുന്നു, ക്രിസ്തുവിന്റെ കനിവില്. ആ കനിവില് ഇവൻ അഭയം കണ്ടെത്തുന്നു. പീറ്റർ ഏറ്റവും വലിയ പ്രഘോഷകനായിട്ട് മാറുന്നു. ജൂഡസ് തലമുറകള് നിന്ദനത്തോടുകൂടി നോക്കുന്ന, ഓർമ്മിക്കുന്ന വാക്കായിട്ട് മാറുന്നു. ഒരു തെറ്റിനും പരിഹാരം നൽകാനായിട്ട് നമുക്കാവില്ല. നമ്മുടെ തെറ്റുകൾക്ക് പരിഹാരമായിട്ട് ക്രിസ്തുവിന്റെ രക്തം മാത്രമേ ഉള്ളൂ. അവന്റെ രക്തമായിരുന്നു നമ്മുടെ തെറ്റുകൾക്ക് വേണ്ടി കൈമാറ്റപ്പെട്ട റാൻസം. അവന്റെ രക്തം, നമ്മൾ വിശുദ്ധീകരിക്കുന്ന രക്തം. എത്ര തെറ്റ് ചെയ്താലും പിന്നെയും ശുദ്ധീകരിക്കുന്ന, സ്നാനം ചെയ്യുന്ന രക്തം. റാൻസമായി നൽകപ്പെട്ട അവന്റെ ജീവൻ. അതിനു മുമ്പിൽ ശരണപ്പെടുക. തൂർത്തുപുത്രന്റെ കഥ ഒരു നാളും മറക്കാതിരിക്കുക. സ്നേഹത്തിന് ദൂർത്തടിക്കുന്ന അപ്പൻ, എത്ര തള്ളിപ്പറഞ്ഞിട്ടും പിന്നെയും അണച്ചു പിടിക്കുന്നവൻ. നമുക്കൊരിക്കലും ദൈവത്തെ നഷ്ടമാകുന്നില്ല. ദൈവത്തിനൊരിക്കലും നമ്മളെ നഷ്ടമാകുന്നില്ല. നമുക്ക് മാത്രമേ അവന് നഷ്ടമാവുന്നുള്ളൂ. പാപത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അപൂർണതയെക്കുറിച്ചുള്ള ചിന്തകൾ അവസാനിപ്പിക്കുമ്പോൾ പ്രവചനങ്ങൾ വായിച്ചു കേൾക്കുന്ന ആ വരി നമ്മൾ ഓർമ്മിക്കുക. വരിക, നമുക്ക് രമ്യപ്പെടാം. വരിക, നമുക്ക് രമ്യപ്പെടാം. ആദ്യ ദിവസം പറഞ്ഞൊരു കഥയുണ്ട്. ആത്മഹത്യ ചെയ്യാൻ പോകുന്നൊരു കുട്ടി തന്റെ തെറ്റുകളുടെ ഭൂതകാലം, ഇവള് കടലിലേക്ക് കുതിക്കുന്നതിനേക്കാൾ മുമ്പേ ഇവിടെ ഉള്ളിലേക്ക് ഒരു വെളിച്ചം വീഴുന്നു. തിരിഞ്ഞു നോക്കുക, ഇവൾ തിരിഞ്ഞു നോക്കുന്നു. കടലോരത്ത് ഇവൾ നടന്നു വന്ന കാൽപ്പാടുകളുടെ വിരൽ ചിത്രങ്ങൾ ഇവൾ നോക്കി നിൽക്കുമ്പോൾ കടലിൽ നിന്നൊരു തിര വന്നിട്ട് സൗമ്യമായി ഈ കാൽപ്പാടുകളെ തുടച്ചു മാറ്റിക്കൊണ്ട് വീണ്ടും കടലിലേക്ക് മടങ്ങി. കുട്ടി വൃത്തിയാക്കിയ സ്ലേറ്റ് പോലെ തീരം മാറി മണൽത്തിട്ടയിൽ മുട്ടുമുട്ടിക്കൊണ്ട് ഇവളിങ്ങനെ പൊട്ടിക്കരഞ്ഞു, എന്റെ ഭൂതകാലത്തിന്റെ വിരൽ ചിത്രങ്ങളെ സൗമ്യമായിട്ട് തുടച്ചു മാറ്റുന്ന വൻ കൃപയാണ് നീ, വൻ തിരയാണ് നീ. എന്റെ ഭൂതകാലത്തിന്റെ വിരൽ ചിത്രങ്ങളെ സൗമ്യമായിട്ട് തുടച്ചു മാറ്റുന്ന വൻ കൃപയാണ് നീ, വൻ തിരയാണ് നീ. ഒരു സ്ത്രീക്ക് ദർശനമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരു വൈദികന്റെ അടുക്കലേക്ക് വന്നു. വൈദികൻ ഈ സ്ത്രീയെ ഒന്ന് പരീക്ഷിക്കാനായിട്ട് പറഞ്ഞു, നാളെ നിനക്ക് ക്രൈസ്റ്റ് ദർശനം തരുമ്പോൾ ക്രിസ്തുവിനോട് ചോദിക്കുക, ഈ വൈദികൻ ചെയ്തിട്ടുള്ള സ്വകാര്യമായ താളപ്പിഴകൾ എന്തൊക്കെയായിരുന്നുവെന്ന്, എന്റെ ജീവിതത്തിൽ സ്വകാര്യമായ താളപ്പിഴകൾ എന്തൊക്കെയായിരുന്നുവെന്ന്. ഇവളെ സമ്മതിച്ച് മടങ്ങിപ്പോവുകയും ചെയ്തു. പിറ്റേന്ന് ഇവള് വന്നപ്പോൾ വൈദികൻ ചോദിച്ചു, ദർശനമുണ്ടായിരുന്നു? ഉണ്ടായി. ക്രിസ്തു എന്തു പറഞ്ഞു? അപ്പോൾ ഈ പാവം സ്ത്രീ പറഞ്ഞു, ഞാൻ അവനോട് ചോദിച്ചു, അങ്ങയുടെ തെറ്റുകൾ എന്താണെന്ന് അങ്ങ് ചോദിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ ക്രിസ്തു എന്നോട് പറഞ്ഞു, ഞാനിത് മറന്നുപോയല്ലോ മോളെ, ഞാനിത് മറന്നുപോയല്ലോ മോളെ. വൈദികൻ പറഞ്ഞു, ഇവൾക്ക് യഥാർത്ഥമായ ദർശനമുണ്ട്. കപടതയുടെ ദർശനങ്ങളല്ല, തിന്മയുടെ ശക്തിയുടെ ദർശനങ്ങളല്ല, ഹലൂസിനേഷനല്ല. ഇവളുടെ ദർശനം പൂർണ്ണമാണ്. ഏറ്റവും വലിയ ദൈവം പറയുന്നു, ഞാനത് മറന്നുപോയല്ലോ. എന്റെ ഭൂതകാലത്തിന്റെ വിരൽ ചിത്രങ്ങൾ സൗമ്യമായിട്ട് തുടച്ചു മാറ്റുന്ന വെൺകൃപയാണ് നീ. വരിക, നമുക്ക് രമ്യപ്പെടാം. ദൈവവുമായിട്ട് രമ്യപ്പെടുന്ന ആ നിമിഷം മാത്രമേ ജീവന്റെ മറ്റു ചലനങ്ങളിൽ ഈ രമ്യപ്പെടൽ സംഭവിക്കുന്നുള്ളൂ. വ്യക്തിബന്ധങ്ങളിൽ ഈ രമ്യപ്പെടൽ സംഭവിക്കുന്നുള്ളൂ. പ്രകൃതിയുമായിട്ടുള്ള ബന്ധങ്ങളിൽ ഈ രമ്യപ്പെടൽ സംഭവിക്കുന്നുള്ളൂ.
ദൈവവുമായിട്ടുള്ള രമ്യപ്പെടലിന്റെ തന്നെ മറ്റ് അടയാളങ്ങളാണ് വ്യക്തിബന്ധങ്ങളിലെ രമ്യപ്പെടലുകൾ, പ്രകൃതിയുമായിട്ടുള്ള രമ്യപ്പെടൽ. വരിക, നമുക്ക് രമ്യപ്പെടാം. ഒരു നിമിഷം നമുക്കൊന്ന് മനസ്സിൽ പ്രാർത്ഥനാപൂർവം ഈ വരി ഒന്ന് എക്കോ ചെയ്യുക. വരിക, നമുക്ക് രമ്യപ്പെടാം. ഒരുമിച്ച് പറയാം. വരിക, നമുക്ക് രമ്യപ്പെടാം. വരിക, നമുക്ക് രമ്യപ്പെടാം. വരിക,